സംഘർഷഭരിതമായ അന്തരീക്ഷത്തെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് അമേരിക്കയ്ക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. തങ്ങൾക്കെതിരെ വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിനായി അമേരിക്ക ഗൾഫ് രാഷ്ട്രങ്ങളുടെ മണ്ണും ആകാശവും ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് ഇറാന്റെ ഔദ്യോഗിക പരാതി. ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ ഔദ്യോഗിക കത്തിലാണ് ടെഹ്റാൻ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരം നടപടികൾ മേഖലയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഇറാൻ ആവർത്തിക്കുന്നു. അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും അത്യാധുനികമായ ആയുധശേഖരങ്ങളും യുദ്ധവിമാനങ്ങളും ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്കായി ഗൾഫ് രാജ്യങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് ആരോപണം. ഒന്നിലധികം അറബ് രാഷ്ട്രങ്ങളുടെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് നൽകിയ ഈ പരാതിയിൽ ഓരോ രാജ്യത്തു നിന്നും അമേരിക്ക നടത്തുന്ന സൈനിക നീക്കങ്ങളുടെ വിശദാംശങ്ങളും ഇറാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ അയൽ രാജ്യങ്ങൾ അമേരിക്കൻ താൽപര്യങ്ങൾക്കായി മണ്ണ് വിട്ടുകൊടുക്കുന്നത് മേഖലയിലെ സമാധാനത്തിന് കനത്ത ഭീഷണിയാണെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. വിദേശ ശക്തികളുടെ ഇത്തരം ചൂഷണങ്ങൾ അനുവദിക്കരുതെന്നും സ്വന്തം ഭൂപ്രദേശം ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ തടയാൻ അയൽ രാജ്യങ്ങൾ ഉടൻ ഇടപെടണമെന്നും ഇറാൻ ശക്തമായി ആവശ്യപ്പെട്ടു. ഈ നീക്കം മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റാൻ കെൽപ്പുള്ളതാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന അറബ് രാജ്യങ്ങൾ ഇപ്പോൾ വലിയൊരു നയതന്ത്ര പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുമായുള്ള സൈനിക സഖ്യം നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഇറാന്റെ ശത്രുത സമ്പാദിക്കുന്നത് തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമോ എന്ന ആശങ്കയും ഈ രാജ്യങ്ങൾക്കുണ്ട്. വൻ ശക്തികൾ തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ കേവലം രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒതുങ്ങാതെ ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് പടരാനുള്ള സാധ്യതയാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. UN-ൽ ഇറാൻ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും അറബ് ലോകത്തെ തങ്ങളുടെ സഖ്യകക്ഷികളെ ഈ പ്രതിസന്ധിയിൽ എങ്ങനെ സംരക്ഷിക്കുമെന്നും വരും ദിവസങ്ങളിൽ അറിയാം. അന്താരാഷ്ട്ര വേദികളിൽ ഇറാന്റെ ഈ പുതിയ കരുനീക്കം അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നതിൽ സംശയമില്ല.